നമ്മുടെ ഒരു മൗലികത എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ തന്നെയാണ്. ആ ഭാഷ ഭാഷ തന്നെ. തന്നെ. അതിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ കാലാതിവർത്തിയായിട്ടുള്ള സൃഷ്ടികൾ, ഇപ്പോൾ മലയാളി ഇപ്പോൾ ബഷീർക്കയുടെ കാര്യം പറഞ്ഞ പോലെ, അപ്പോൾ ഇത് നിലനിർത്തുക, ആ കാലാതിവർത്തിയായ സൃഷ്ടികൾ പുതിയ തലമുറക്ക് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമ കൂടി നമുക്ക് ഇതിനോടൊപ്പം നിർവഹിക്കാനില്ലേ? അതിനിപ്പം ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും നല്ല വിവർത്തനങ്ങൾ ഇപ്പോൾ ബഷീറിൻ്റെ ഈ യുനെസ്കോ വേണ്ട മാതിരി മാർക്കറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. യുനെസ്കോ അന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ഏഷ്യൻ രാജ്യങ്ങളിലെയും പ്രമുഖരായ പല എഴുത്തുകാരുടെയും കൃതികൾ അവർ ഫണ്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. ആ കൂട്ടത്തിലാണ് ബഷീറിൻ്റെ കൃതികളൊക്കെ വന്നത്. അവരിതിപ്പോൾ ഈ വലിയ കുടുംബങ്ങളിലെ ആളുകൾ അവരുടെ പിന്നെ വേണ്ടത്ര സാമ്പത്തിക സൗകര്യമില്ലാത്ത ചില താവഴികൾക്ക് ചില വിഹിതം വെച്ച് കൊടുക്കുന്നത് പോലെ ഇന്ന പുസ്തകങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്തു. ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക്, ഒരു സാഹിത്യകൃതി എന്നുള്ള നിലയ്ക്ക് യുനെസ്കോ ആ പ്രോജക്റ്റിൽ തകഴിയുടെ കൃതിയോ ബഷീറിൻ്റെ കൃതിയോ ഒന്നും വേണ്ട മാതിരി പ്രൊജക്റ്റ് ചെയ്തില്ല. ആഷറുടെയൊക്കെ നല്ല നേരെ മറിച്ച് പിന്നീട് അത് ഇന്ത്യൻ പബ്ലിഷേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇന്ന് ആ കൃതികൾക്ക് മറ്റ് ഭാഷകളിൽ ധാരാളം വായനക്കാരുണ്ടായി. ബഷീറിനെ പറ്റിയിട്ട് അനുസ്മരണ സമ്മേളനമൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നടന്നു. കൽക്കത്തയിൽ നടന്നു, ബാംഗ്ലൂർ നടന്നു ബഷീർ മരിച്ചതിൻ്റെ ശേഷം. അപ്പോൾ അതൊക്കെ എത്തിപ്പെട്ടത് ഈ കാരണം കൊണ്ടാണ്. നമ്മുടെ ഇന്ത്യൻ പബ്ലിഷേഴ്സ് ഈ പ്രാദേശിക സാഹിത്യത്തിലെ കൃതികൾ വിവർത്തനം ചെയ്തു. ഒരുപക്ഷെ വായിക്കുന്നത് ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും. മതി, ആദ്യത്തെ ഘട്ടത്തിൽ ഇന്ത്യക്കാർ വായിച്ചാൽ മതി, സായിപ്പ് വായിക്കണമെന്നില്ല. അവിടെ സായിപ്പന്മാർക്ക് മുഴുവൻ വായിക്കാവുന്ന ഒരു നിലയിലുള്ള ഇത് ആലോചിച്ചെഴുതുക. ഇപ്പോൾ ആരോഗ്യയുടെ തമാശ പറഞ്ഞു, ഇപ്പോൾ കവിത എഴുതുന്നത് മലയാളത്തിലല്ല, മനസ്സിലാദ്യം ഇംഗ്ലീഷിൽ ആലോചിച്ച് ഇംഗ്ലീഷിലാക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടോ എന്നുള്ള നിലയിൽ എഴുതുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പല പ്രതിസന്ധികളിലും ആണ് ഭാഷ പെട്ടിരിക്കുന്നത്, സംശയമൊന്നുമില്ല. അത് ഏറ്റവും വലിയ അത്യാപത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. തീരെ മലയാളം പഠിക്കാതെ ഡിഗ്രി എടുക്കാം ഏത് ഇതിലും, മറ്റ് ഒരിടത്ത് സംഭവിക്കില്ല. അങ്ങനെ ഒരു അത്യാപത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2-3 തലമുറ കഴിയുമ്പോൾ തീരെ മലയാളം വായിക്കാൻ പറ്റാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടായേക്കാം. പക്ഷേ അതേ സമയത്ത് ഈ എത്ര പേര് വായിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിക്കാതെ തന്നെ ഈ ഭാഷയ്ക്ക് ഒരു സജീവമായ ചൈതന്യമുണ്ട്. ആ ഭാഷ ആ ചൈതന്യത്തിൻ്റെ പേരിൽ തന്നെ മറ്റ് പലതും ആവാഹിച്ചു ഉൾക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഭാഷ വളർന്ന് സാഹിത്യം വളർന്നതാണ്. ദേവാലക്ഷ്മണപിള്ളയെ പോലെ ആളുകൾ അവിടെ മോപ്പസാങ് എഴുതിയിട്ടുണ്ട്, ഇവിടെ ചെക്കോവ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വിവർത്തനങ്ങൾ പല സാമ്പിളുകളും ഇവിടെ കൊണ്ടുവന്നു വിവർത്തനങ്ങളിലൂടെ. അപ്പം അങ്ങനെ നമ്മൾക്ക് ഈ മറ്റു ഭാഷകളുമായിട്ടുള്ള ഒരു നമ്മളുടെ പ്രതികരണങ്ങളിലൂടെ നമ്മുടെ ഭാഷയ്ക്ക് ആവശ്യമായത് നേടിയെടുക്കുക. എല്ലാ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളും ചെയ്തതാണ്.